ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന ടൈമിൽ വിളക്ക് കൊണ്ട് കയറുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, മീൻസ് അമ്മായിയമ്മ ഭയങ്കര വില്ലത്തിയാണ്, അല്ലെങ്കിൽ അമ്മായിയമ്മ വളയ്ക്ക് വേണ്ടിയിട്ടാണ്, അവർ ചോദിച്ച് വാങ്ങിയിട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ട്രിവാൻഡ്രംകാർക്ക് അതൊരു ചടങ്ങുണ്ട്. ഇവിടെ കല്യാണം കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വളയോ എന്തെങ്കിലും, അത് പണ്ട് തൊട്ടേ ഉള്ളൊരു ചടങ്ങാണ്. അതിപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും സന്തോഷത്തോടെ കൊടുത്തൊരു കാര്യമാണ്. അതിപ്പം നിങ്ങളാരും അതിൽ ഇത്ര ബോധേഡാവേണ്ട കാര്യമില്ല. കാര്യം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും അല്ല കാശ് എടുത്തിട്ട് ആ വള വാങ്ങിയത്. എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് സന്തോഷത്തോടെ തന്ന സാധനം ഞാൻ അവർക്ക് കൊടുത്തതാണ്. മാത്രമല്ല, അവർക്ക് അങ്ങനെ ഒരു ചടങ്ങുമില്ല. അവർ എൻ്റെ അടുത്ത് വളയിട്ട് തന്നിട്ടേ വീട്ടിൽ കയറാവുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അങ്ങനത്തെ ഒരു ചടങ്ങില്ലാത്തതുകൊണ്ട് അവർ ആ ചടങ്ങ് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ എല്ലാ നാട്ടുനടപ്പ് അനുസരിച്ച് ചെയ്യുന്ന പോലെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തു, അത്രേ ഉള്ളൂ. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ ട്രാവൽ ചെയ്ത് വന്ന ഞാനാണ്. ആ ടൈമിൽ അവരും അത്രയും ടയേർഡായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വിളക്ക്, അതിലിട്ടിരുന്ന വിളക്ക് തിരി എന്ന് പറയുന്നത് പഞ്ഞിയുടെ തിരിയാണ്. അപ്പം അത് ഇത്രയും എണ്ണ ഇട്ടിട്ട് അത് വഴുതി ബാക്കിലോട്ട് പോകുന്നതുകൊണ്ട് ആ വീഡിയോയിൽ നന്നായിട്ട് കാണാം. ആ തിരി ഒന്ന് അണഞ്ഞു പോകുന്നതിന് അമ്മ പെട്ടെന്ന് ശരിയാക്കി വെക്കുന്നത് നന്നായിട്ട് ആ വീഡിയോ കാണാം. അതൊന്നും ആർക്കും പറയാനോ എടുക്കാനോ ഒന്നും വയ്യ. ആൾക്കാർക്ക് ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞാൽ മതിയല്ലോ. അത് എൻ്റെ കയ്യിൽ വിളക്ക് തരുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് വിളക്ക് അണഞ്ഞു പോവരുതല്ലോ എന്നുള്ള ടെൻഷനാണ് അമ്മയുടെ ഫേസിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വളയിട്ട് കൊടുക്കുന്ന ടൈമിൽ ക്യാമറാമാൻമാർ പറയുന്നുണ്ട്, ടെൻഷനൊക്കെ വിട്ടിട്ട് ഇനി മരുമൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക എന്നൊക്കെ അവർ ബാക്കിൽ ഇങ്ങനെ നമ്മളെ ഇന്ററാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തൊരു കാര്യമാണ്. അതിന് ഇത്ര വലിയ ഒരു ആന കാര്യമാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരാളെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഇപ്പം എൻ്റെ അമ്മേനെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് അതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ആ അമ്മേനെയും കാണുന്നത്. അതുപോലെ അമ്മയാണെങ്കിലും എന്നെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അതിപ്പം എനിക്ക് നിങ്ങളെ പ്രൂവ് ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അമ്മായിയമ്മ വില്ലത്തിയാണെന്നോ ഭയങ്കരയാണെന്നോ വളയ്ക്ക് വേണ്ടി വള കിട്ടിയപ്പോൾ ചിരിച്ചെന്നോ അതൊക്കെ നിങ്ങൾ എന്തിനാ നോക്കേണ്ട ആവശ്യം? ഞാനല്ലേ അവരോട് ജീവിക്കുന്നത്. എന്നെ ആ അമ്മ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. എനിക്ക് ആ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അമ്മേനെ എന്തിനാ നിങ്ങൾ പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിവതും നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.